തുടർന്ന് ഹൈദരാബാദിലെ ഗാച്ചി പോലീസ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന നാഷണൽ ലെവൽ ആംബസഡർ ജൂനിയറായ ഞാൻ സീനിയർ വിഭാഗത്തോട് മത്സരിച്ച് സുന്ദരമായി ധൈര്യത്തോടുകൂടി പരാജയപ്പെട്ട് തളരാതെ ഒരു ഇഞ്ചുറി പോലും പറ്റാതെ തിരിച്ചു വന്നതാണ്. ഇന്ന് എനിക്ക് 19 വയസ്സായി. എനിക്ക് സ്വന്തമായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളാണ്. സ്വന്തമായിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഈ പാൻറ്, ഷർട്ട്, എൻ്റെ ഉപ്പ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലടക്കം എൻ്റെ കാശുകൊണ്ട് എൻ്റെ ഉപ്പയെ ബുദ്ധിമുട്ടിക്കാതെ, എൻ്റെ ഫാമിലിയെ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ എൻ്റെ കാശ് സ്വന്തം എടുത്തിട്ട് വാങ്ങിയതാണ്. എനിക്ക് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ റെമുനറേഷൻ കിട്ടും. കൂടെ എൻ്റെ അവാർഡ് തുകകളും കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ഉപ്പയുടെ കയ്യിലുള്ള നോട്ട് 20 അൾട്ര എന്ന മൊബൈൽ വാങ്ങിയത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്. ഞാനൊരു പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ, വെറുതെ ഒരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ആയി കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ അടുത്ത വർഷത്തിൽ നടക്കുമ്പോൾ ആ പ്രോഗ്രാമിൽ ഗസ്റ്റ് ആയിട്ടാണ് ഞാൻ കാണാം. സ്വപ്നങ്ങളുടെ പിറകെ പോയിട്ടാണ്. സ്വപ്നങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല. there is no limit, there is no safe zone എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇന്ന് ഇവിടെ IT സെക്ടറിൽ ഇരിക്കുന്ന ആളുകളോട് പറയാണ്, ഇത്രയൊക്കെ ഞാൻ ഡെവലപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ആധുനിക സങ്കേതങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഡെവലപ്മെൻ്റൊക്കെ സാധ്യമായത്. പക്ഷേ കേരളം എത്ര ഡെവലപ്പായിട്ടും ഒരുപാട് സാങ്കേതിക വിദ്യകൾ കൊണ്ടുവന്നിട്ടും ഭിന്നശേഷി മേഖലയിൽ ഒരു തരത്തിലുള്ള ഗവേഷണങ്ങളോ പരീക്ഷണങ്ങളോ ഈ 10 വർഷക്കാലം മുമ്പ് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ശുഷ്കമായിട്ടുള്ള നിലയിലാണ്, ശുഷ്കിച്ച നിലയിലാണ്, അതിൻ്റെ പരിതാപകരമായ അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ IT സെക്ടറിലുള്ള ആളുകൾക്ക് ഞങ്ങളെ രക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഞാനും ഉപ്പയും എൻ്റെ സുഹൃത്തുക്കളും ഡെവലപ്പ് ചെയ്ത ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഒന്ന് നെക്സ്റ്റ് ജനറേഷൻ വീൽ ചെയർ, 2 ടോട്ടൽ തെറാപ്പി യൂണിറ്റ്, ഇങ്ങനെ ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഞാൻ പ്രഭാത വിരുന്നിൽ പോയത് ഈ 19 വയസ്സിൽ എനിക്കൊരാഗ്രഹമുണ്ട്. സ്വപ്നത്തിന് ലിമിറ്റേഷൻ ഇല്ല എന്ന് പറഞ്ഞല്ലോ. എന്നെപ്പോലുള്ള ആളുകളെ രക്ഷിക്കാൻ എനിക്ക് സ്വയം ഒരു ഓണ്ടർപ്രണർ ഉണ്ടാവണം. എൻ്റെ ഉപ്പ, എൻ്റെ സുഹൃത്തുക്കള്, ഞാനും കൂടി വികസിപ്പിച്ചെടുത്ത ഒരുപാട് ഉപകരണങ്ങളുണ്ട്. അതൊക്കെ കൂട്ടി യോജിപ്പിച്ചൊരു സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങണം എന്ന് പറയാനാണ് മുഖ്യമന്ത്രിയുടെ പോയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ അനുഭാവപൂർവമായ നിലപാടുകളാണ് എടുത്തത്. സന്തോഷമുണ്ട്. 15 മിനിറ്റാണ് എനിക്ക് സംസാരിക്കാൻ അവസരം തന്നല്ലേ സാർ? 15 മിനിറ്റ് അല്ലേ? ഈ 15 മിനിറ്റിലെ 10 മിനിറ്റാണ് ഞാൻ സംസാരിക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് ഇൻട്രാക്ഷന് വിട്ടു തരികയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, there is no limit, there is no safe zone. നമ്മളെ സ്വപ്നങ്ങൾ, APJ സാറ് പറഞ്ഞ പോലെ, നമ്മളെ സ്വപ്നങ്ങൾക്കൊന്നും അവസാനമില്ല. സ്വപ്നങ്ങൾ കാണാം, ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക, അതിനു വേണ്ടിയിട്ട് സഫലീകരിക്കുക എന്ന് പറയും. ഓക്കെ.